ഇനി പറയാളിയാ അളിയനെന്താ പറയാനുള്ളത്? ഞാനും കൂട്ടുകാരും കൂടിയിട്ട് ഇന്നാൾ വന്നപ്പോഴേ തൻ്റെ മോൻ സഞ്ജുവിന് വേണ്ടിയിട്ട് ഒരു കല്യാണ ആലോചനയെ കുറിച്ച് പറഞ്ഞില്ലേ? ഓവേ, നമുക്കത് ആലോചിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങോട്ട് പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് അളിയൻ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഈ കാര്യം? അളിയന് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എൻ്റെ അഭിപ്രായത്തില് പെൺകുട്ടിയുടെ സ്വഭാവം മാത്രം നോക്കിയാൽ മതി. താൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. തൻ്റെ കാര്യത്തിലുള്ള അഭിപ്രായം ഓക്കെ, പക്ഷേ തൻ്റെ ഭാര്യ രാജി, അവളുടെ അഭിപ്രായം മുഴുവൻ കേൾക്കാൻ നിന്നാലേ ഈ ജന്മത്തെ എൻ്റെ മോൻ്റെ കല്യാണം നടക്കില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയാതിരുന്ന പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം. ഞാനില്ലേ അവിടെ. പിന്നെ എന്തായി കേശു, അളിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ? എന്നിട്ട് എന്തായി തീരുമാനം? നിങ്ങളാരും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. പക്ഷേ തൻ്റെ മോൻ സഞ്ജുവിനോട് കാര്യം പറയണ്ടേ? അത് ശരിയാണല്ലോ. ആ, ചിലതൊക്കെ ഞാൻ സൂചിപ്പിക്കാം, പക്ഷേ മുഴുവൻ വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. കുറച്ച് കൊല്ലായി അമ്മയും മോനും പെണ്ണാലോചിച്ച് നടന്നു തുടങ്ങിയിട്ട് ഇതേവരെ ഒന്നും നേരെയായിട്ടില്ല. ഇപ്പോഴാ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കണില്ല. അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പഠിപ്പും പണവും ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുപ്പ് ഊതിയിരിക്കാനും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പോലും പീഡനം സഹിക്കാനും അവർക്ക് താല്പര്യമില്ല. അതിലിപ്പോ പെൺകുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കും ഈ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതെ, വിദ്യാഭ്യാസം വന്നപ്പോൾ അവർക്കുള്ള വിവരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ചില പെൺകുട്ടികൾ സമാധാനമായിട്ട് ജീവിക്കുന്നു. എന്തായാലും അടുത്ത ഞായറാഴ്ച ആ കുട്ടീനെ കാണാൻ ചെല്ലാന്നല്ല അളിയൻ പറഞ്ഞത്. അതെ, അതങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങൾ 10 മണിക്ക് തന്നെ എത്താം. എത്ര പേരുണ്ടാവും? അതൊക്കെ ഞാൻ വീട്ടിലുള്ളവരുമായിട്ട് ആലോചിച്ചിട്ടേ കേശുവിനെ ഞാൻ അറിയിക്കാം. ശരി ശരി, എന്നാ നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ഞാനേ അളിയൻ്റെ കൂടെ എത്തിക്കോളാം. പിന്നെ നമ്മളിപ്പോൾ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളില്ലേ, ഈ കുട്ടിയുടെ അമ്മാവൻ തൽക്കാലം അറിയണ്ട. ശരിയാ, പണത്തിന് കുറച്ച് കുറവുണ്ടെങ്കിലും വലിയ അഭിമാനിയാകാരാണ്. അതെ, കള്ളം പറയാനൊക്കെ വലിയ മടിയുള്ള ആളാ നാരായണൻ. ആർക്കും ഉപദ്രവമില്ലാത്ത കള്ളങ്ങളല്ലേ. അതന്നെ, പിന്നെ ചിലത് അവരോട് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അളിയനോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ സമാധാനമായിട്ട് ചെല്ല്, നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. അപ്പോൾ ശരി.